ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത സ്റ്റോക്കുകൾ പിന്നെ എങ്ങനെ റെസിസ്റ്റൻറ്റ് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളിവിടെ കാണുന്നത് മന്ത്ലി ചാർട്ടാണ് കേട്ടോ. ഈ ഓരോ ക്യാൻഡിലും ഒരു മാസമാണ്. ഇങ്ങനെ ഒരു സ്റ്റോക്ക് ശരിക്കും ഉള്ളതാണ്. ഈ സ്റ്റോക്കിൻ്റെ പേരും കാര്യങ്ങളും നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് ടാർഗറ്റ് എവിടെയായിരിക്കുമെന്ന് നമുക്ക് തീരുമാനിക്കാനും പറ്റുന്നുണ്ട്, നേരത്തെ തീരുമാനിക്കാനും പറ്റുന്നുണ്ട്. ഇതൊരുപാട് സ്റ്റോക്കുകളിൽ കാണുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ എക്സാമ്പിളായിട്ട് 2 സ്റ്റോക്കുകളാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വിശദമായിട്ട് പഠിക്കാം. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഡിസ്കൗണ്ടിൽ നമുക്ക് ഈ സ്റ്റോക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സെറ്റപ്പ് വന്നാൽ മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്നില്ല. ഇനി റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് ഭീകരമാണ്, ഭയങ്കര വലുതാണ് ഇതിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ. അതായത് ചെറിയ റിസ്ക് വലിയ റിവാർഡ്. അപ്പോൾ ഈ സെറ്റപ്പ് പഠിക്കുന്ന നല്ലതല്ലേ? എന്തായാലും നമുക്ക് ഈ സെറ്റപ്പ് പഠിക്കാം. ഇത് അതേ സ്റ്റോക്ക് തന്നെയാണ്. ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് റെസിസ്റ്റൻസ് ആണ്, കണ്ടോ? റെസിസ്റ്റൻസ് വരച്ചിരിക്കുന്നതാണ്ടോ? ഇതിൽ ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞു ഇത് മന്ത്ലി ചാർട്ടാണ്. അപ്പോൾ മന്ത്ലി ചാർട്ടിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോയി, എന്നാൽ അവിടുന്ന് അത് ഭീകരമായിട്ട് താഴേക്ക് വീണു. കണ്ടില്ലേ? ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്ന ട്രേഡേഴ്സ് ഈ ഒരു സ്റ്റോക്ക് ഈ ഭാഗത്തുനിന്ന് പിക്ക് ചെയ്യും. ഇവിടെ നമ്മൾ കാണുന്ന ഒരു വിക്ക് മുകളിലേക്ക് കയറിപ്പോയതാണ്. കാരണം ഇത് മന്ത്ലി ചാർട്ട് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണുന്നത്. ഡെയിലി ചാർട്ടിൽ ഒരു പക്ഷേ ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിയിരിക്കും. അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ചെക്ക് ചെയ്തില്ല. ഒരു പക്ഷേ ഡെയിലി ചാർട്ടൊക്കെ നോക്കും, ഇവിടെ നല്ലൊരു ക്ലോസിങ് ഇതിൻ്റെ മുകളിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു നല്ല ഗ്രീൻ ക്യാൻഡിലൊക്കെ വന്ന് ഒരു ക്ലോസിങ് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ഈ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യും. പിക്ക് ചെയ്തവരൊക്കെ പെട്ടു. അവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ലോയ്ക്ക് താഴെയാണ് സ്റ്റോപ്പ് ലോസ്. ആ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റാകുന്ന കാണാം. ഇവിടെ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അതായത് ലോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടം വരെയുള്ള ഒരു ലോസ്, അത് വളരെ ഹ്യൂജാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. ഈ വരെ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. റെസിസ്റ്റൻസിൽ ബ്രേക്ക് ഔട്ട് നടത്തിയ ഈ ഭാഗത്ത്, അതായത് ഈ ഹൈ, അതായത് ഈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ ആണിത്. ഈ ഹൈയുടെ അവിടെ വെച്ചിട്ട് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, അതാണ് ഈ ലൈൻ. അത് നമുക്ക് മനസ്സിലായി. ഇവിടെ നമ്മൾ ബ്രേക്ക് ഔട്ട് കിട്ടിയത് കാണുകയും ചെയ്തു. ഇനി നോക്കിക്കേ, ഈ ഒരു സ്റ്റോക്ക് ഈ ലൈന് താഴെ വരുന്നു. ഏതാണ് ഈ ലൈൻ? ഇത് സപ്പോർട്ടാണ്. ഇവിടെ നിന്ന് ഇവിടെ വരെ നോക്കുമ്പോൾ, ഇത്രയും ഭാഗത്ത് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ലോ എന്ന് പറയുന്നത് ഇതാണ്, ഈ ലൈനാണ്. ആ ലൈൻ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു, ലോ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ്? 52 വീക്ക് ലോ നമുക്ക് പറയാൻ പറ്റും അല്ലേ? 52 വീക്ക് ലോ ബ്രേക്ക് ചെയ്തിട്ടാൽ ഉള്ള സ്റ്റോക്കുകൾ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. മന്ത്ലി ലോ ബ്രേക്ക് ചെയ്യുന്ന സ്റ്റോക്കുകൾ കിട്ടും. കഴിഞ്ഞ മാസമൊക്കെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഈ മാസം ഗ്രീൻ ക്യാൻഡിൽ ഇതുപോലുള്ള ഗ്രീൻ ക്യാൻഡിൽ വരുന്ന സ്റ്റോക്കുകൾ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, എന്നിട്ട് താഴേക്ക് വന്നു. ഇവിടെ ബൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ലൈൻ്റെ മുകളിൽ എപ്പോഴാണോ നമുക്കൊരു ക്ലോസിങ് കിട്ടുന്നത്, മന്ത്ലി ചാർട്ട് കിട്ടിയാൽ മതി, ആ സമയത്ത് വേണമെങ്കിൽ ഒരു ബൈ എടുക്കാമല്ലോ. ഞാനിവിടെ ബൈയോ സെല്ലെന്ന് പറയുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങളിത് പോയിട്ട് നേക്കഡായിട്ട് പോയിട്ട് ബൈയോ സെല്ലോ എടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്കിൻ്റെ പേര് പറയാത്തത്. അപ്പോൾ ഈ സ്റ്റോക്കും ഇനി വരുന്ന സ്റ്റോക്കും, ഈ 2 സ്റ്റോക്കിൻ്റെ പേര് നമ്മുടെ ന്യൂസ് എന്ന് പറയുന്ന, മാർക്കറ്റ് ന്യൂസ് എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ചാനലുണ്ട്. അത് പ്രധാനപ്പെട്ട ന്യൂസുകൾ ഷെയർ ചെയ്യുന്ന ചാനലാണ്. ഞാൻ അവിടെ ഇട്ടേക്കാം കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. നല്ല സ്റ്റോക്കുകളാണ്, വലിയ കമ്പനികളാണ്, പെന്നി സ്റ്റോക്കോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല. ഇപ്പോൾ അത് ഇങ്ങനെ വന്നിട്ടുമില്ല, ഈ സെറ്റപ്പ് വന്നിട്ടുമില്ല. നേരത്തെ വന്ന സെറ്റപ്പാണ്. നേരത്തെ വന്ന സെറ്റപ്പല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള സെറ്റപ്പിൽ സ്റ്റോക്കുകൾ വരുന്നുണ്ടോ എന്ന് നമുക്ക് ഈസി ആയിട്ട് സെർച്ച് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഡിസ്ക്ലൈമർ പറഞ്ഞാണ്, ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്, സപ്പോർട്ടിലെത്തുന്ന സ്റ്റോക്കുകൾ, ഇങ്ങനെയുള്ള ഓരോ ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ഇത് ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ പ്രയോഗിക്കുന്നതായിരിക്കാം. നല്ല സ്റ്റോക്കുകളിൽ മാത്രമേ, ഒരു മാർക്കറ്റ് ക്യാപ്പ് ഒരു 5000 കോടി 10000 കോടിക്ക് മുകളിലുള്ള സ്റ്റോക്കുകളിൽ മാത്രമേ നിങ്ങളിത് അപ്ലൈ ചെയ്യാവുള്ളൂ. ചീത്ത സ്റ്റോക്കുകളിലൊന്നും അപ്ലൈ ചെയ്യരുത്. ഒരുപാട് നല്ല സ്റ്റോക്കുകളുണ്ടല്ലോ, ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ മാത്രം അപ്ലൈ ചെയ്ത്. ഞാൻ പറയുന്ന നല്ല ലാർജ് ക്യാപ്പ്, ഇപ്പോൾ ഒരു 10000 കോടിക്ക് മുകളിലുള്ള സ്റ്റോക്കിലേ ഞാനിത് അപ്ലൈ ചെയ്യുന്നു തീരുമാനിച്ച് അങ്ങനെയേ ചെയ്യാവുള്ളൂ കേട്ടോ. പന്ന സ്റ്റോക്കുകളൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് മനസ്സിലായില്ലേ? ഇവിടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നത് ഒരു റെഡ് ക്യാൻഡിലാണ്, മന്ത്ലി ചാർട്ട് റെഡാണ്. അടുത്ത ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുമ്പം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. അതിപ്പോൾ ഡെയിലി ചാർട്ടിൽ
ഗ്രീൻ ക്യാൻഡിൽ വന്ന് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പം അങ്ങനെ ബൈ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഞാനിവിടെ ബൈ എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് ബൈ ഒന്നും ചെയ്യരുത്. നിങ്ങൾ പഠിക്കുക, ഒബ്സർവ് ചെയ്യുക, നല്ല കമ്പനിയാണോ സ്റ്റഡി ചെയ്യുക, ഫണ്ടമെൻ്റൽസ് ഉണ്ടോ നോക്കുക. എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം ഡിസിഷൻ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മായ്ക്കാം. അപ്പോൾ എന്തായാലും വളരെ ക്ലിയർ ആയിട്ട് ഈ സംഭവം മനസ്സിലായി, ഈ ലൈനും മനസ്സിലായി, ഈ ലൈനും മനസ്സിലായി. ഇതേ ചാർട്ടിൽ ഞാനൊരു മറ്റൊരു ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. ഈ ലൈൻ എന്താണ്? ഈ ലൈൻ ഇവിടെ നോക്കൂ. ആദ്യം ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ക്യാൻഡിലായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹൈ. രണ്ടാമത് ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ഈ ഭാഗത്താണ് രണ്ടാമത്തെ ഹൈ. ഇത് രണ്ടാമത്തെ ഹൈ ആണ്. ഈ ഹൈയിൽ നിന്ന് നേരെ ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചതാണിത്. അതായത് എന്താണിത്? റെസിസ്റ്റൻസ്. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കിയേക്കുന്നത്? ഇവിടെ അത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ട് മുകളിലേക്ക് പോയി ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. സോ ഇവിടെ ഒരാൾ ബൈ എടുത്തിരുന്നെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ഇവിടെ സെല്ല് ചെയ്യാമായിരുന്നു അല്ലേ, വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അതായത് സപ്പോർട്ടിൽ ബൈ എടുക്കുക, റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യുക എന്നുള്ളത് റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്, ട്രേഡിംഗ് സെറ്റപ്പാണ്. മറക്കാതിരിക്കുക, ഇത് മന്ത്ലി ചാർട്ടാണ്, ഓരോ ക്യാൻഡിലും ഓരോ മാസമാണ് അല്ലേ. അപ്പോൾ ഇവിടെ വാങ്ങിയ ഒരാൾക്ക് എവിടെ വിൽക്കണം എന്ന് അയാൾക്ക് അറിയാം. എവിടെയാണ് വിൽക്കേണ്ടത്? ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയിൽ വിൽക്കണം. ഞാനിവിടെ ഒരു ലൈൻ വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിൽക്കാനായിട്ട് അയാൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും, ഒരുപാട് മാസങ്ങൾ കിട്ടും. ഇനി ഞാൻ ആ വരകളൊക്കെ ഒന്ന് മായ്ച്ച് കളയട്ടെ. ഇവിടെ ഈ ബ്രേക്ക് ഔട്ട് നടത്തുമ്പോൾ, ഈ ഹൈ വെച്ചിട്ട് ഇവിടെ ബ്രേക്ക് ഔട്ട് നടത്തുമ്പം ഒരുപാട് ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ഇവിടെ വാങ്ങൂലേ, അവരിവിടെ ബൈ ചെയ്യും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ചെയ്യേണ്ടത് എവിടെയാണ്? ഇവിടെയാണല്ലേ ബൈ ചെയ്യേണ്ടത്, ഇവിടെയാണ് ബൈ ചെയ്യേണ്ടത്. അപ്പോൾ അവർ ബൈ ചെയ്യുന്നത് എവിടെയാണ്? ഇത്രയും മുകളിലാണ് ബൈ ചെയ്യുന്നത്. അവർ പെട്ടോ? അവർ ശരിക്കും പറഞ്ഞാൽ പെട്ടു. തലയും കുത്തി ഇത് താഴേക്ക് പോയി. ഭയങ്കര ലോസ് അല്ലേ, ഹ്യൂജ് ലോസ്. എന്നാൽ ഇവിടെ ബൈ ചെയ്ത ആൾക്ക് അയാളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അതായത് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇത്രയും ദൂരമുള്ളൂ. അയാൾക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇത്രയും ദൂരം കിട്ടുന്നുണ്ട്. സ്റ്റോപ്പ് ലോസിനെ കഴിഞ്ഞ് എത്രയോ അധികം അല്ലേ. ഇതാണ് റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്. റിസ്ക് റിവാർഡ് വളരെ ഫേവറബിൾ ആയിരിക്കണം. ഇത് ചിലപ്പോൾ 1:2 ആവാം, 1:3 ആവാം, 1:4 ആകാം. അതായത് 1 രൂപ റിസ്ക് ഉണ്ടെങ്കിൽ 2 രൂപ നേട്ടം കിട്ടുന്നു, 1 രൂപ റിസ്ക് ഉണ്ടെങ്കിൽ 3 രൂപ നേട്ടം കിട്ടുന്നു, 1 രൂപ റിസ്ക് ഉണ്ടെങ്കിൽ 4 രൂപ നേട്ടം കിട്ടുന്നു. ഇങ്ങനത്തെ ട്രേഡിംഗ് സെറ്റപ്പാണ് ഫേവറബിളായിട്ടുള്ള റിസ്ക് റിവാർഡ് സെറ്റപ്പ്. അപ്പോൾ ആ ഒരു റിസ്ക് റിവാർഡ് സെറ്റപ്പ് ഈ പറയുന്ന സപ്പോർട്ടിലും അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്ന മെത്തേഡിലും കിട്ടും. ഇനി ഞാൻ വേറെ ഒരു വരയും കൂടെ വരയ്ക്കാം. ഈ 3 വര വളരെ ക്ലിയറായിട്ട് മനസ്സിലായല്ലോ. ആദ്യം വരച്ച വര ഇത്, രണ്ടാമത് വരച്ച വര ഇത്, മൂന്നാമത് വരച്ച വര ഇത്, നാലാമത് വരച്ച വര ഇത്. എന്താണ് ഈ വരയുടെ പ്രത്യേകത? ഇവിടെ നോക്കിയാൽ മതി. ഈ ഒരു ലോയിൽ ടച്ച് ചെയ്തിട്ട് ഞാൻ വരച്ച ഒരു ഹൊറിസോണ്ടൽ ലൈനാണിത്. അത് ബ്രേക്ക് ചെയ്ത് പോകുന്നു നോക്കൂ. അത് ബ്രേക്ക് ചെയ്ത് പോകുന്നു നോക്കൂ. ഇവിടുന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ എപ്പോഴാണ് കിട്ടുന്നത്? മന്ത്ലി ചാർട്ട് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടുന്നുണ്ട്. അതിൽ ബൈ എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോയാണ് ഇവിടെ അല്ലേ, ഇതിന് താഴെയാണ്. ഇനി അത് പോട്ടെ, ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് എപ്പോഴാണ് ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടുന്നത്? അത് ഇവിടെയാണ് ഈ ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടുന്നത്. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഇവിടെ ബൈ എടുത്താലും മതി, എവിടെ ബൈ എടുത്താലും സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ലോയാണ്. അല്ലെങ്കിൽ ഈ ലൈൻ തന്നെ ബ്രേക്ക് ചെയ്ത സമയത്ത് ബൈ എടുക്കുക, ഇവിടെയൊക്കെ ബൈ എടുക്കാൻ പറ്റും, അവിടെയും ബൈ എടുക്കുക. അപ്പോൾ ഇവിടെയൊക്കെ ബൈ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഈ ലോയാണ്. ഞാൻ ഒന്നും കൂടെ പൂർണ്ണമായിട്ടും മായ്ക്കാം. ഇവിടെ ക്ലിയർ അല്ലേ? ഇനി ഇത് എവിടെ വരെ പോകണം? ഇത് ഈ ഹൈ കണ്ടോ, ഈ ഹൈ വരെ പോകണം. അവിടെ വരെ പോയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം, അടുത്ത സ്ലൈഡിൽ കാണാം. നോക്കിക്കേ, ആ ഹൈ വെച്ചിട്ട് ഞാനൊരു ലൈൻ വരച്ചതാണ്. അത് ബ്രേക്ക് ചെയ്ത് പോയോ? അത് ബ്രേക്ക് ചെയ്ത് പോയി. അപ്പോൾ ബ്രേക്ക് ഔട്ടുകാരൊക്കെ ഇവിടെ ബൈ എടുക്കും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ സെല്ല് ചെയ്യേണ്ട സ്ഥലമല്ലേ, ഇവിടെയല്ലേ ബൈ എടുക്കേണ്ടത്, ഇവിടെയല്ലേ സെല്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സെല്ല് ചെയ്യേണ്ട സ്ഥലമാണ്, ഇവിടെ ബൈ ചെയ്യേണ്ട സ്ഥലം ഇവിടെയാണ്. പക്ഷേ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ഇവിടെ ബൈ എടുക്കും, അവർ വീണ്ടും പെടും. ഈ കേസിൽ അധികം പെട്ടിട്ടില്ല, കാരണം കുറേ താഴെ പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് അവർ എക്സിറ്റ് ചെയ്ത് മാറും, സ്റ്റോപ്പ് ലോസ് അടിക്കുകയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇത് മുകളിലേക്ക് പോയി. ഇവിടെയും നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ ലോയിൽ പോകുക എന്നുള്ളത് ജീവിതകാലം മൊത്തം ഒരു സ്റ്റോക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ അതിൻ്റെ ലോയിലേക്ക് പോവുക, പിന്നെ അതിൻ്റെ ലോയിലേക്ക് പോവുക, അങ്ങനെ പോവുക എന്ന് പറയുന്നത് എപ്പോഴും പ്രാക്ടിക്കലല്ല. ആ സ്റ്റോക്കിന് മുകളിലേക്കും പോകണ്ടേ. അപ്പോൾ അതുകൊണ്ടാവാം ആ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോ ഇവിടെയാണ്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ആ സ്റ്റോക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ബൈ എടുക്കാം,
അത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നും പറയാം. ഇതിൻ്റെ താഴേക്കൊക്കെ പോകും. ഇവിടുന്ന് ബൈ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴേക്ക് പോകുക. എന്നിട്ട് നമുക്കൊരു ഗ്രീൻ ക്യാൻഡിലൊക്കെ കണ്ടാൽ ബൈ എടുക്കാം അല്ലേ. ഒരു ഗ്രീൻ ക്യാൻഡിൽ കാര്യങ്ങളൊക്കെ കണ്ടാൽ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ബൈ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇവിടെ വരെ ഉള്ളത് ക്ലിയർ ആയിട്ട് പഠിക്കും. ഈ സ്റ്റോക്ക് കയറി അങ്ങ് പോയി. കാരണം ഇപ്പോഴാണ് ഇതിന് ഒരു ഹയർ ഹൈ ഒരു ഫോർമേഷനൊക്കെ ഇത് വരുന്നത്. ഇത് കയറിപ്പോയി. ഇതിനിപ്പം ഈ പഴയ ലോയിലേക്ക് വരാൻ സാധ്യതയില്ല. അല്ലെ സ്റ്റോക്കിൽ എന്തെങ്കിലും സംഭവിക്കണം. പക്ഷേ നിങ്ങൾ ഇനിയും നോക്കുന്ന സ്റ്റോക്കുകളിൽ ഇങ്ങനത്തെ സെറ്റപ്പുകൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് അങ്ങനെയുള്ള സ്റ്റോക്കുകളും ഉണ്ടാവും. അപ്പോൾ ഇത് മന്ത്ലി ചാർട്ടാണ് എന്നത് മറക്കാതിരിക്കുക. ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പിൻ്റെ പേര് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്. കാരണം ഈ താഴേക്ക് ഇവിടെ ബൈ ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് ഈ ലോ ആണെങ്കിൽ ആ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുമ്പോൾ അയാളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അത് വാങ്ങാനായിട്ട് ഉള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർ കൺസിഡർ ചെയ്യും. കാരണം ഇവിടെ ബൈ ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഒരു സെൽ ഓർഡർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരുപാട് സെൽ ഓർഡേഴ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക ആ സ്റ്റോപ്പ് ലോസിൻ്റെ. ആ സെൽ ഓർഡേഴ്സ് എല്ലാം ട്രിഗർ ആകുമ്പോൾ അത് ബൈ ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ബിഗ് പ്ലെയേഴ്സ്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ബൈ ചെയ്യുന്നു. അവർക്ക് ലിക്വിഡിറ്റി, അതായത് ഒരുപാട് സെൽ ഓർഡേഴ്സ് അവിടെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ആവശ്യത്തിന് സ്റ്റോക്കുകൾ കാര്യങ്ങൾ കിട്ടും. എന്നിട്ട് ഈ സാധനം മുകളിലേക്ക് കയറി പോകുന്നു. ഇവിടെ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ബൈ ചെയ്യാനുണ്ടാവും. ഇവർ ബൈ ചെയ്യുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യുന്ന സ്റ്റോക്കാണ്. അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യുന്ന ഷെയറാണ് ആര് ബൈ ചെയ്യുന്നത്? ഈ പറയുന്ന ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ഇവിടെ ബൈ ചെയ്യുന്നത്. ആ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്തിട്ട് ഇറങ്ങി പോവുകയും ചെയ്യും. അവർക്ക് ചെയ്യാൻ ഒരുപാട് അവസരം ഇവിടെയുണ്ട്. ഇവിടെ അധികം അവസരമില്ല, എന്നാലും കുറേ ദിവസങ്ങൾ ഇവിടെ ഉണ്ടാകും. കാരണം ഇത് മന്ത്ലി ചാർട്ടാണ്. മുകളിലൊക്കെ നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ സെല്ല് ചെയ്തിട്ട് അവരിറങ്ങിപ്പോയി. അപ്പോൾ റീറ്റെയിലേഴ്സ്, ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് അവിടെ ബൈ ചെയ്ത് അവർ പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ റീറ്റെയിലേഴ്സ് പെടുന്നത്. ഇനി നമുക്ക് മറ്റൊരു സ്റ്റോക്ക് നോക്കാം. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഞാൻ വരയും കുറിയൊന്നും നടത്തിയിട്ടില്ല. ആ ഒരു സ്ലൈഡ് നന്നായിട്ട് പഠിച്ച നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡ് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഈ ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നുണ്ടല്ലേ. ഇത് മോശമുള്ള സ്റ്റോക്ക് അല്ലാന്ന് ഞാൻ പറഞ്ഞു. ഫണ്ടമെൻ്റൽസ് ഉള്ള നല്ല കമ്പനിയാണ്. F&O സെഗ്മെൻറ്റിലൊക്കെ പെടുന്ന സ്റ്റോക്കുകളാണ് കേട്ടോ. അപ്പോൾ തന്നെ അറിയാലോ, F&O സെഗ്മെൻറ്റിൽ അങ്ങനെ ചുമ്മാ ചാത്തൻ സ്റ്റോക്കുകളെ പെടുത്തിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കമ്പനികളൊക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഞാൻ പേര് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ആ ഒരു സെറ്റപ്പ് വരുന്നുണ്ടോ എന്ന് നോക്കൂ. ഇവിടെ ഒരു ലോ അല്ലേ, ആ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ആ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ആ ലോ ബ്രേക്ക് ചെയ്ത് ഇവിടെ പോകുന്നു. അപ്പോൾ ഇത് ബൈ അല്ലേ, ഇവിടെ ബൈ ചെയ്യുന്നു. ആരാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ സ്മാർട്ട് ട്രേഡേഴ്സൊക്കെ ഇവിടെ ബൈ ചെയ്യുന്നു. അവരുടെ സ്റ്റോപ്പ് ലോസ് വളരെ വളരെ ചെറുതാണ്. ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടോ? ആ ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. കുറേ നാളതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യുന്നു. ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ഇവിടെ ബൈ ചെയ്ത് പെടുന്നു. പിന്നെ ഇവർക്ക് എന്നാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്? പിന്നെ ബൈ ചെയ്യാനായിട്ട് ഇതേ സെറ്റപ്പ് ആണെങ്കിൽ എന്നാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്? വേണമെങ്കിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറയാം. കണ്ടോ, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ആ ലോ ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് പോകുന്നില്ല. ഇവിടെ താഴേക്ക് പോയിട്ട് പിന്നീട് മുകളിലേക്ക് പോകുന്നില്ലേ, മുകളിലേക്ക് പോകുന്നു. ഇത് വേണമെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറയാം. കാരണം എല്ലായ്പ്പോഴും ഈ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകണം നിർബന്ധമില്ല. അങ്ങനെ പോകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ വേണമെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കാം. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. പക്ഷേ ഇവിടെ ഒരാൾ ഇവിടെയല്ല ബൈ ചെയ്യുന്നത്. ഇതാണ് ലോയ്. ആ ലോ ബ്രേക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. അത് ബ്രേക്ക് ചെയ്ത് പിന്നെ മുകളിലേക്ക് ഒരു സെറ്റപ്പ് കാണിക്കുമ്പോൾ ഇവിടെ നിന്നാണ് ബൈ ചെയ്യുന്നത്. അവിടെ ബൈ ചെയ്താൽ അയാൾക്ക് സുഖമായിട്ട് ഇവിടെ വിൽക്കാം. ഇത് മുകളിലേക്ക് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. ഭയങ്കരമായിട്ട് പോയിട്ട് പിന്നെ തലയും കുത്തി താഴേക്കാവുന്നത്. ആ താഴേക്ക് പോക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പോവുകയും ചെയ്തു. ഇനി ഞാനെല്ലാം മായ്ച്ചു കഴിഞ്ഞിട്ട് ഒരു സൂത്രം കാണിക്കാം. അതായത് ഈ ലോ ഇല്ലേ, ഈ ലോയാണ് ഈ സ്റ്റോക്കിൻ്റെ ഏറ്റവും വലിയ ലോ, എവർ ലോ എന്ന് പറയാം. ആ ലോ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ബ്രേക്ക് ചെയ്ത് ഭയങ്കര അവസരമാണത് അല്ലേ. ആ ലോ ഇവിടെ ഇത്രയും പോയ സ്റ്റോക്കാണ് ഇത്രയും ഡിസ്കൗണ്ടിൽ കിട്ടുന്നത്. അതൊരു പക്ഷേ ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. ഇത് കൊറോണയുടെ ക്രാഷാണ്. മറ്റേ സ്റ്റോക്ക് അങ്ങനെയല്ല കേട്ടോ. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ള സ്റ്റോക്ക് ആ കൊറോണ സംഭവമൊന്നും അല്ല. അത് ഞാൻ വേണേൽ കാണിച്ചു തരാം. ഇതിപ്പോൾ എല്ലാം വായിച്ചാലാണല്ലോ കാണിക്കാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല. അതാ ഇവിടെ നോക്കിയോ, മാർച്ച് 2022 ഇത് ലിസ്റ്റ് ചെയ്തിട്ട് അധികം ആകാത്ത ഒരു സ്റ്റോക്കാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ്. അതായത് 2022 അല്ലേ. കൊറോണ 2020-ലായിരുന്നു, 19-20 ആ സ്ഥലത്തായിരുന്നു. അപ്പോൾ ഈ ഒരു കൊറോണ ക്രാഷ് അല്ല ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ കണ്ടത്. എന്നാൽ ഈ ഒരു സ്റ്റോക്കിൽ 2020 ഇത് കൊറോണ ക്രാഷാണ് നമ്മൾ കണ്ടത്. ഈ ഒരു സ്റ്റോക്ക് ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം വളരെ ഷാർപ്പായിട്ട് തന്നെ അത് മുകളിലേക്ക് പോകുന്നുണ്ട്. ഇനി എവിടം വരെ ഇത് പോകണം? ഇത് ക്രിയേറ്റ് ചെയ്ത ഹൈ ഇല്ലേ, ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പോകണം. അങ്ങനെ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടുന്ന് വാങ്ങിയ ആൾക്ക്
ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പോയാൽ മതി, ഇതാണ് അതിൻ്റെ ഹൈ, അത് ബ്രേക്ക് ചെയ്ത് പോയി, അവിടെ ഇറങ്ങി. പിന്നെ അത് താഴേക്ക് വന്നു, ഇവിടുന്ന് വാങ്ങിയ ആൾക്ക് ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പോകണം, അത് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്ന് ഇറങ്ങി, പിന്നെ ഈ സ്റ്റോക്ക് താഴേക്ക് വരികയാണ്. ഇതിൻ്റെ വരവ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ ലോയും ബ്രേക്ക് ചെയ്ത് പോകുമെന്നാണ് തോന്നുന്നത്. കാരണം ഇതൊക്കെ ഓരോ പ്ലേ ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് കളിക്കുന്ന ഓരോ കളികൾ. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നത് നമ്മളല്ല, നമ്മൾ റീറ്റെയിലേഴ്സാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയല്ലേ ഉള്ളൂ, ഇച്ചിരി പൈസ സേവിങ് ഉണ്ടാവും. അതിൽ നിന്ന് എത്ര പൈസ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇടും? പകുതി പൈസ ഇട്ടേക്കാം അല്ലേ, പകുതി സേവിങ് നമ്മൾ കൊണ്ട് ഇട്ടു എന്ന് വിചാരിച്ചു. എല്ലാവരും അത്രയും പോലും ഇടാറില്ല. അതായത് നമുക്ക് മണി പവർ കുറവാണ്, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമ്മൾ ഇടുന്ന പൈസ വളരെ കുറവാണ്. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെയല്ല, അവർ ഭയങ്കരമായിട്ട് പൈസ ഇട്ട് ഒരു സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അവരൊരിക്കലും ഭയങ്കര മുകളിൽ പോയിട്ട് ഭയങ്കര വില കൊടുത്തിട്ട് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യില്ല. അവർ വളരെ ചെറിയ പൈസയ്ക്ക് സെല്ലും ചെയ്യില്ല. അവർക്ക് വലിയ പ്രോഫിറ്റ് വേണം, വലിയ ലാഭം വേണം. വലിയ പ്രോഫിറ്റും വലിയ ലാഭവും വേണമെങ്കിൽ സ്റ്റോക്ക് ചവിട്ടിയിൽ നിന്ന് വാങ്ങണം, അല്ലെങ്കിൽ ചെറിയ പൈസയ്ക്ക് വാങ്ങണം. അപ്പോൾ ഇത് ഇവിടം വരെ കയറിയ ഒരു സ്റ്റോക്കിൻ്റെ ചെറിയ പൈസ എന്ന് പറയുന്നത് ഇതാണ്, ഇവിടം വരെ കയറിയ സ്റ്റോക്കിൻ്റെ ചെറിയ പൈസ എന്ന് പറയുന്നത് ഇതാണ്, ഇവിടം വരെ കയറിയ സ്റ്റോക്കിൻ്റെ ചെറിയ പൈസ എന്ന് പറയുന്നത് ഇവിടെയാണ്. അടുത്ത ഒരു വലിയ റാലിക്ക് ശേഷം താഴേക്ക് വരുന്നുണ്ട്, വീണ്ടും അത് ചെറിയ പൈസയിൽ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ ഒരു സപ്പോർട്ട് നമുക്കിങ്ങനെ വരയ്ക്കാം, അതൊക്കെ ബ്രേക്ക് ചെയ്ത് പോയാൽ ഒരു സ്റ്റോപ്പ് ലോസ് കാര്യങ്ങൾ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. കമ്പനി മോശമുള്ള കമ്പനിയും കാര്യങ്ങളും അല്ല. ഏറ്റവും ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുമോ എന്ന് നോക്കുക. എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല, ശരിയാണത്. അപ്പോൾ ഏറ്റവും ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടിയാൽ അതാണ് അല്ലേ നല്ല ഒരു ഇത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിതാ ഈ ഭാഗത്തു നിന്ന്, അതായത് നമ്മൾ ഇവിടെ പ്രതീക്ഷിച്ചു ഇത്രയും താഴെ പോകുമ്പം ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് മേടിക്കാമെന്ന് പ്രതീക്ഷിച്ചിട്ട് അത് ബ്രേക്ക് ചെയ്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ സംഭവിക്കാം. ഇവിടെ തന്നെ ബ്രേക്ക് ചെയ്യണമെന്നില്ല. നമ്മളോർക്കും ഇത് താഴേക്ക് വന്നിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തില്ല, എന്ത് ചെയ്യുന്നു? അതൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഭാഗത്ത് പിന്നെയും മേടിക്കാം, അത് കുഴപ്പമില്ല. കാരണം ഇവിടെ ഒരു ലോ ബ്രേക്ക് ചെയ്തല്ലോ, അതുകൊണ്ട് മേടിക്കാം. ഇവിടെയും അങ്ങനെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഇത് കണ്ടോ. ഇനി ഇവിടുന്ന് മുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ, ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ മേടിക്കാം അല്ലേ. പക്ഷേ എപ്പോഴും ഇതുപോലുള്ള ലോകൾ എപ്പോഴും കിട്ടണമെന്നില്ല. കിട്ടിയില്ലെങ്കിൽ പോട്ടെ എന്ന് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ഹ്യൂജ് റിട്ടേൺ ആയിരിക്കും. അപ്പോൾ ഇതൊരു ട്രേഡിംഗ് സെറ്റപ്പ് മാത്രമാണ്. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നും സപ്പോർട്ടിൽ ബൈ ചെയ്യാമെന്നും സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈ ചെയ്യാമെന്നും ഒക്കെ ഇതിന് പറയാം, പല പേരുകളിൽ അറിയപ്പെടുന്നു. വളരെ ശക്തമായിട്ടുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് തന്നെയാണിത്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളുടെയും പേര് നമ്മുടെ ന്യൂസ് ചാനലിൽ ഞാൻ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ബൈ ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ ആ സെറ്റപ്പുകളോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പഴയ സംഭവങ്ങൾ നിങ്ങളെ കാണിച്ച് പഠിപ്പിച്ചതാണ്. പിന്നെ സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ഉള്ളതും കുറച്ച് വലിയ കമ്പനികളും വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ദുഃഖിക്കേണ്ടി വരില്ല. ചെറിയ കമ്പനികൾ വാങ്ങുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷേ അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയോ കുറച്ച് പൈസയ്ക്കോ വാങ്ങാവുള്ളൂ. എന്തായാലും നമ്മുടെ ന്യൂസ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. വളരെ പ്രധാനപ്പെട്ടെന്ന് തോന്നുന്ന ന്യൂസുകൾ മാത്രമാണ് ഷെയർ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഒരു ദിവസം ഒരുപാടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ എല്ലാം ഒന്നും ഷെയർ ചെയ്യാറില്ല. പിന്നെ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ അക്കൗണ്ട് എടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അക്കൗണ്ട് എടുത്തവർ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം, വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. ഓർക്കുക, ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല, ഞാനൊരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ സ്റ്റോക്കുകളുടെ റെക്കമെൻഡേഷൻ ഒന്നും കൊടുക്കാനുള്ള പെർമിഷൻ എനിക്കില്ല. അതുകൊണ്ട് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ന്യൂസുകൾ, അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നു. അങ്ങനത്തെ ആക്ടിവിറ്റികളാണ് നടക്കുന്നത് കേട്ടോ. റെക്കമെൻഡേഷനും ടിപ്പും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഗവൺമെൻറ് സമ്മതിച്ചാൽ ഞാൻ കൊടുത്തേനെ, പക്ഷേ ഗവൺമെൻറ് സമ്മതിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.